നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. ആ പയ്യന് ലഹരിക്ക് അടിമയാണെന്ന് കോളേജുകാർ കണ്ടെത്തുകയും മയക്കുമരുന്നൊക്കെ ആ പയ്യൻ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം ഇവനൊരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് എത്തിച്ചു. അല്പസ്വല്പം ഫോഴ്സ് ഉപയോഗിച്ച് തന്നെയാണ്, ഫോഴ്സ്ഫുള്ളിയാണ് ഈ പയ്യനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിച്ചത്. അപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് എത്തിയ മാതാപിതാക്കളോട് അവിടുത്തെ ഒരു കോർഡിനേറ്ററായ ഒരാൾ സംസാരിക്കുകയും അദ്ദേഹം ആ പിതാവിനോട് ചോദിച്ചത്, നിങ്ങൾ എന്ന് തൊട്ടാണ് മദ്യപാനം തുടങ്ങിയത് എന്നാണ് അയാൾ ആ പിതാവിനോട് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 30-35 വയസ്സായപ്പം ഇടയ്ക്ക് ഫ്രണ്ട്സോട്ടൊക്കെ ചിലപ്പോഴൊക്കെ മദ്യപിക്കാറുണ്ട്. എന്താണ് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതല്ലാതെ നിങ്ങൾക്ക് മദ്യപാനം അല്ലാതെ സിഗരറ്റ് വലി ഉണ്ടോ, അതോ മറ്റ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പരിപാടി ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആകെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആകെ മദ്യപാനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഈ ഡി അഡിക്ഷൻ സെൻ്ററിലെ വ്യക്തി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യനെ അവർ അനലൈസ് ചെയ്തപ്പം ഈ പയ്യനോട് പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞപ്പം മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ, ഈ പയ്യൻ, അതായത് ഈ കോളേജിൽ പഠിക്കുന്ന ഈ കുട്ടി അവൻ്റെ 5ാം ക്ലാസ് തൊട്ട് മദ്യപാനത്തിന് അടിമയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി, എങ്ങനെ ഈ 5ൽ പഠിക്കുന്ന കുഞ്ഞിന് മദ്യം കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ ഈ കുഞ്ഞ് മദ്യപാനത്തിന് അടിമയായി എന്ന്. അടിമയായതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ഈ കുഞ്ഞിൻ്റെ വീട്ടിൽ അപ്പൻ്റെ സുഹൃത്തുക്കൾ വരികയും അല്ലെങ്കിൽ അപ്പൻ പലയിടത്ത് പോകുമ്പം പാർട്ടിയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുമ്പം ഈ കുഞ്ഞ് കാണുന്നത് അപ്പനും അപ്പൻ്റെ കുറേ സുഹൃത്തുക്കളും ചേർന്നിരുന്ന് മദ്യം കഴിക്കുമ്പോൾ അവർ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. അതുവരെ കണ്ടൊരു വ്യക്തിയല്ലാതെ വേറൊരു രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നു. എന്തോ അവർക്കൊരു വേറൊരു ഒരു ഇമാജിനേഷനിൽ ലോകത്തേക്ക് എത്തിയ പോലെ തോന്നും. അപ്പോൾ ഇതിൻ്റെ എന്താണ് കണ്ടന്റ്, അല്ല ഇതിൻ്റെ സുഖം എന്താണ്, അല്ല ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് അറിയാനായിട്ട് പാത്തും പതുങ്ങിയും ഈ പയ്യൻ ഈ ചെറിയ ഈ ഗ്ലാസ്സിൽ അറ്റത്ത് പറ്റിയിരിക്കുന്ന 1-2 തുള്ളികൾ ചേർത്ത് വെച്ച് കുടിക്കും. അതായത് ഇപ്പം അപ്പൻ എന്തെങ്കിലും സാധനം എടുക്കാൻ അടുക്കളയെന്ന് പറയുമ്പം ഇവനായിരിക്കും ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും അല്ലെങ്കിൽ ടച്ചിങ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്നതും അല്ലെങ്കിൽ ആ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇവനായിരിക്കും. അപ്പോൾ ഈ ആൾക്കാർ കുടിച്ച് ബാക്കി വെച്ചിരിക്കുന്ന മദ്യത്തിൽ നിന്ന് 3-4 ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒഴിച്ചൊഴിച്ച് വരുമ്പം ചെറിയൊരു സിപ്പ് കിട്ടും. അങ്ങനെ അവൻ ടേസ്റ്റ് ചെയ്ത് അപ്പൻ അറിയാതെ തന്നെ അപ്പൻ വെച്ചിരിക്കുന്ന മദ്യം എടുത്ത് കുടിക്കാൻ തുടങ്ങി. 5 പഠിക്കുന്ന പയ്യനാണ്. 5 പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ പരിപാടിയാണ്. അത് ഗ്രാജുവലി വന്ന് ഈ 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് കോളേജിലോട്ടൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഈ പയ്യനെ ചെറിയ മദ്യം അല്ലെങ്കിൽ മദ്യം കൊണ്ട് അവനൊരു സംതൃപ്തി കിട്ടാതെയായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് അവൻ പ്രവേശിക്കാൻ തുടങ്ങി, ലഹരി വസ്തുക്കളിലേക്ക്. ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് പറയുമ്പം തെറ്റിപ്പോകുന്നതിൻ്റെ തുടക്കം പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്നാണ്. ദയവ് ചെയ്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്ന് മദ്യപാനം കഴിവതും നിങ്ങൾ ഒഴിവാക്കണം. കുഞ്ഞുങ്ങൾ വഴിതെറ്റാൽ അത് മതി.